AC ഓൺ ചെയ്ത് കാർ ഓടിക്കുന്ന സമയത്ത് ബ്ലോവർ ഫാൻ സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് കാറിൻ്റെ മൈലേജ് കുറയുന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിന് പല രീതിയിലുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിളോടുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഒരു ഐസ് ക്യൂബ് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം ഉണ്ടെന്ന് കരുതുക. അത് നല്ല കാറ്റുള്ള സ്ഥലത്ത് വെച്ചാലാണോ അല്ലെങ്കിൽ കാറ്റ് കുറഞ്ഞ സ്ഥലത്ത് വെച്ചാലാണോ പെട്ടെന്ന് മെൽട്ടായി പോവുക? തീർച്ചയായിട്ടും കാറ്റ് കൂടുതലുള്ള സ്ഥലത്തായിരിക്കും, അല്ലേ? ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കാർ AC സിസ്റ്റത്തിലെ ഇവാപറേറ്റർ യൂണിറ്റിനകത്തുള്ള തണുപ്പിനെ ഒരു ബ്ലോവർ ഫാൻ ഉപയോഗിച്ച് അതിൻ്റെ കോറുകൾക്കിടയിലൂടെ കടത്തിവിടുന്ന സമയത്താണ് നമ്മുടെ ക്യാബിനിലേക്ക് എത്തുന്നത്. ബ്ലോവർ ഫാൻ കൂടിയ സ്പീഡിൽ കറങ്ങുന്ന സമയത്ത് ഇവാപറേറ്ററിലൂടെ കടന്നു പോകുന്ന എയർ ഫ്ലോ കൂടുതലായതുകൊണ്ട് തന്നെ അതിലെ തണുപ്പ് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും. ഈ സമയം വാഹനത്തിനകത്തെ AC കൂളിംഗ് നിലനിർത്തണമെങ്കിൽ AC കംപ്രസർ കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇവാപറേറ്ററിലെ തണുപ്പ് സ്ലോ ആയിട്ടാണ് കുറയുന്നതെങ്കിൽ AC കംപ്രസർ കുറഞ്ഞ സമയം വർക്ക് ചെയ്താൽ മതി. ചുരുക്കി പറഞ്ഞാൽ ബ്ലോവർ ഫാൻ ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് AC കംപ്രസർ ഇതുപോലെ കട്ട് ഓഫ് ആവാതെ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. AC കംപ്രസർ എത്ര സമയമാണോ വർക്ക് ചെയ്യുന്നത് അത്രയും സമയം എഞ്ചിൻ്റെ ലോഡ് കൂടുതലായിരിക്കും. സോ ഫ്യൂൽ കൺസപ്ഷൻ കൂടുതലായിരിക്കും. ഇത്തരം ടിപ്പുകൾക്കായി ഫോളോ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും കാണാം.